ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പം നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്ക് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. ഞാനിത് ഇന്നലെ ഒരുപാട് പ്രാവശ്യം, അതായത് 5 മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ രാത്രി 10 മണി വരെ ഒരുപാട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു നിലക്കും അപ്ലോഡ് ആയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 1.5 മണിക്കൂറുള്ളൊരു വീഡിയോ ആണ്. അത് ഞാനിത് കട്ട് ചെയ്ത് ഷോർട്ടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലും ഷോർട്ടാക്കിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാവും സ്പീഡിലങ്ങ് ഞാൻ എടുത്തു വച്ചാൽ. അപ്പോൾ ഒരു 18 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ സ്കൂൾ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർ ഓരോ സബ്ജക്റ്റുകൾ തരും. അപ്പോൾ സബ്ജക്റ്റുകൾ നിങ്ങളിവിടെ പറയുമ്പോഴേ ഒരു 2 ആഴ്ച മുന്നേ എങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ തലേന്ന് വന്നിട്ട് പിറ്റേന്ന് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, ഇന്ന സബ്ജക്റ്റ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വരക്കുന്നതിനല്ല ബുദ്ധിമുട്ട്, ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 മിനിറ്റോ 10 മിനിറ്റിൻ്റെയോ ഒരു രൂപത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കൂൾ പ്രൊജക്റ്റുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ 2 ആഴ്ച മുന്നെങ്കിലും പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് വാട്ടർ കളറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മീഡിയ ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. പിന്നെ ഔട്ട്ലൈൻസ് ഒക്കെ ഇടുമ്പോൾ HB പെൻസിൽ തന്നെ യൂസ് ചെയ്താൽ മതി. വളരെ ലൈറ്റായിട്ട് തന്നെ ഔട്ട്ലൈൻ ഇടാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സബ്ജക്റ്റുകളൊക്കെ തരുമ്പോൾ അതിൽ എന്താണോ സബ്ജക്റ്റ് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ജനുവരി 11. എന്താണ് ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്നറിയോ? നാഷണൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അവയർനെസ് ഡേ ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ മാർച്ച് 4 ഇതുപോലെ ഉണ്ട്, സടക്ക് സുരക്ഷ, അതായത് റോഡ് അവയർനെസ് ഡേ. അപ്പോൾ നിങ്ങളത് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്തരം എന്താ പറയുക, ഡെയിലി സ്പെഷ്യൽ ഡേയ്സിനൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇതുപോലെ ഓരോരോ സബ്ജക്റ്റുകൾ തരൂല്ലേ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിക്കും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനൊക്കെ വരുന്ന സബ്ജക്റ്റാണ്. ഒരുപാട് റോഡ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പറ്റീഷനൊക്കെ വരുന്ന ഒരു സബ്ജക്റ്റാണ് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലർ ആവുന്നുണ്ട് കേട്ടോ. അത് ക്യാമറയുടെ ഒരു കംപ്ലൈൻ്റ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. ഒരുപാട് ബ്ലറായ ഭാഗങ്ങൾ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് വരക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു പിടുത്തം കിട്ടില്ല. പിന്നെ വാഹനങ്ങളൊക്കെ വരക്കാൻ നമ്മളെ ബോയ്സിൻ്റെ ആ ഒരു എന്താ പറയുക കഴിവൊന്നും നമ്മൾ ഗേൾസിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അത് അവരുടെ സൈക്കോളജിയാണ്. അതായത് സൈക്കോളജിക്കലി ആൺകുട്ടികൾക്ക് ബൈക്ക്, കാറ്, ഈ മെത്തേഡുകൾ അവർക്ക് എങ്ങനെയും എന്താ പറയുക ഉപയോഗിക്കാൻ കഴിയും. കാരണം ചില ആൺകുട്ടികളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വണ്ടിയൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക ഇപ്പം ഇങ്ങോട്ട് കുതിച്ച് ചാടി എന്താ പറയുക ഒരു മലമുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടുന്നൊരു എഫക്റ്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ബോയ്സിന് മാത്രമേ കഴിയുള്ളൂ. പെൺകുട്ടികളത് ഒരിക്കലും ശ്രമിച്ചാൽ നടക്കാറില്ല. സാധാരണ അങ്ങനെയാണ്, അതങ്ങനെയാണ് അവരുടെ സൈക്കോളജി. അപ്പോൾ ഈ വരക്കുന്ന കുട്ടി ചിലപ്പോൾ നന്നായിട്ട് മറ്റുള്ള വർക്കുകൾ ചെയ്തോളണമെന്നില്ല. പക്ഷേ ഇവർക്ക് വാഹനങ്ങൾ വരക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെതും എന്താ പറയുക വെഹിക്കിൾസ് വരക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആവാറില്ല. അത് നമ്മളെ എന്താ പറയുക ഗേൾസിൻ്റെ ഒരു സൈക്കോളജിക്കലി ഉള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ. പിന്നെ നമ്മൾ സ്പീഡ് കൂടുതലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വളരെ എന്താ പറയുക പറ്റങ്ങോട്ട് സ്പീഡിലാക്കിയിട്ടില്ല. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോഴേ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ഏത് സബ്ജക്റ്റാണ് അതിനോട് നീതി പുലർത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ റോഡ് റൂൾസ് ആണല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ എന്താ പറയുക സബ്ജക്റ്റുകളും എലമെൻസുകളും അതിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. റോഡ് റൂൾസൊക്കെ ആകുമ്പോൾ ഇതുപോലെ ട്രാഫിക് ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കളറ് തീം എന്താ പറയുക ഇതിൽ ഉൾപ്പെടുത്താനുള്ള നല്ല ഡാർക്ക് കളേഴ്സാണ് ഞാൻ വച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നതേ വാട്ടർ കളർ ട്യൂബാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ എന്തൊക്കെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പല കുട്ടികളും വാട്ടർ കളർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചധികം കുട്ടികൾ തന്നെ ആ മറ്റേ കട്ടുണ്ടല്ലോ പാൻ കേക്കുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. 1-2 കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ കളർ ചെയ്യുമ്പോൾ എന്താ വെള്ളത്തിൻ്റെ അളവ് അതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ കാണിച്ചു തരണം എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിലെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു കമൻറ്റ് വരുന്നതിന് മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വെള്ളം അങ്ങോട്ട് കലക്കി ഒഴിക്കേണ്ട കേട്ടോ. ഈ ഒരു കളറ് മിക്സ് ആകാൻ വേണ്ടിയുള്ള വെള്ളം മതി. അതും നല്ല തിക്കായിട്ട് നിങ്ങൾ ചെയ്യരുത്, അപ്പോൾ വാട്ടർ കളറിൻ്റെ ആ ഒരു എഫക്റ്റ് പോകും കേട്ടോ. അപ്പോൾ കളേഴ്സ് ഏതാണെന്ന് ഞാൻ സെപ്പറേറ്റ് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ റോഡിന് ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ട് വളരെ ലൈറ്റായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നല്ല ഡാർക്കിൽ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ ഒരു വസ്തുക്കളും ചെയ്യരുത്. അത് ആനയാണെങ്കിലും റോഡാണെങ്കിലും ഒന്നും തന്നെ വളരെ ലൈറ്റായിട്ട് കേട്ടോ. അതിൻ്റെ ഡാർക്കും ലൈറ്റും ഇടുമ്പോൾ മാത്രമാണ് ആ പിക്ചർ നല്ല ഭംഗിക്കത് ചെയ്യാൻ നമുക്ക് കഴിയുക. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് നല്ല ബ്ലാക്കിൽ കൊണ്ടുപോയിട്ട് ചെയ്യരുത്. വാട്ടർ കളറ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരിക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ കുറേ കുട്ടികൾ ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യുന്നതുകൊണ്ടേ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. കാരണം ഓരോരുത്തരുടെയും പേര് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ കുറേ മുന്നേ കുട്ടികൾ പറയുന്നതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഇത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ കുറേ ക്ലാസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 5-ാം തീയതി വരെയാണ് നമ്മുടെ കോൺടെസ്റ്റ്. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് മാത്രം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കമൻറ്റ് പിക്കർ വച്ചിട്ടാണ് നമ്മൾ വിജയിയെ അതായത് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുക്കണമെന്ന് കരുതിയിട്ട് നടത്തുന്നൊരു കോൺടെസ്റ്റ് ഒന്നുമല്ല. ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് കോൺടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. വിന്നേഴ്സിന് ഗിഫ്റ്റും അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡ്രോയിങ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് പഠിക്കുകയും ചെയ്യാം, ഇടയ്ക്ക് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ അവർക്കത് സന്തോഷമാവും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഈ ഒരു സംഭവത്തിൽ കോൺടെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അല്ലാതെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് എനിക്ക് ഇത്രയും മെറ്റീരിയൽസ് ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് തന്നെയെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക കേട്ടോ. കാരണം നിങ്ങൾ ഫെബ്രുവരി 5-ാം തീയതി വരെയുള്ള കോൺടെസ്റ്റിൽ പങ്കെടുക്കണം. ഏതെങ്കിലും 1-ലോ 2-ലോ പങ്കെടുത്തിട്ട് നിർത്തിയിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം കംപ്ലീറ്റ് വീഡിയോയും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടേത് എന്തായാലും കമൻറ്റ് പിക്കർ കാണിച്ചു തരും നന്നായിട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു മുൻഗണന ഉണ്ടാവും, അവരെ പേരായിരിക്കും സെലക്ട് ചെയ്യുക. അത് നമ്മളല്ല സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോട് നീതി പുലർത്താൻ നോക്കുക. പിന്നെ കളേഴ്സൊക്കെ തന്നെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ കളേഴ്സ് അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കളേഴ്സിനെ കുറിച്ചൊന്നും പറയാത്തത്. നമ്മൾ ആ ഒരു ഫേസിൽ ചെയ്തിട്ടുള്ളത് സ്കിൻ ടോൺ എന്ന് വെച്ചാൽ ബ്രൗൺ ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പല കുട്ടികളും വീഡിയോ കാണാതെ മറ്റു കുട്ടികളുടെ കമൻറ്റ് നോക്കിയിട്ട് അതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ആൻസർ. നമ്മൾ ആ കമൻറ്റിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടാണോ എന്നുള്ളത് ശരിക്കും നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ബ്ലാക്ക് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ബ്രഷ് എന്ന് വെച്ചാൽ 0.2 ആണ് കേട്ടോ, സിന്തറ്റിക്കിൻ്റെ ബ്രഷാണ്. ഇത്തരം ബ്രഷ് വാങ്ങിയാൽ വലിയ റേറ്റൊന്നുമില്ല, അപ്പോൾ നിങ്ങൾക്കിതും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഈ വാട്ടർ കളർ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് കേട്ടോ. വാട്ടർ കളർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഈ ഒരു കമ്പനി സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകും. കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പല കമ്പനിയുടെ വാട്ടർ കളർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യൊന്നുമല്ല. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ സംഭവങ്ങളെ കുറച്ചൊക്കെ ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളർ നല്ല കളറുണ്ട്. നമ്മൾ സ്റ്റുഡൻസ് വാട്ടർ കളർ ഒരിക്കലും വാങ്ങരുത് കേട്ടോ. കാരണം ചെറിയൊരു റേറ്റിൻ്റെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമ്മൾ കളർ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഈ കളറങ്ങ് മങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ വാങ്ങുമ്പോൾ ആർട്ടിസ്റ്റ് വാട്ടർ കളർ തന്നെ വാങ്ങുക കേട്ടോ. സ്റ്റുഡൻസ് ഉണ്ടാവും, ആർട്ടിസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ആണ് വാട്ടർ കളർ. എനിക്ക് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയിട്ടുള്ളത് ക്യാമലിൻ്റെ ആണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്ത് തരുന്നത്. കാരണം ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് ഏത് കളറാണ് യൂസ് ചെയ്യാറ്, എന്ത് പേപ്പറാണ് യൂസ് ചെയ്യാറ് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ഞാൻ പോർട്രേറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാടെണ്ണം കേട്ടോ. വാട്ടർ കളർ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. നിങ്ങൾ പ്ലേലിസ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗത്ത് നോക്കിയിട്ട് പ്ലേലിസ്റ്റൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീഡിയ ആണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ താല്പര്യമുള്ളത്, അങ്ങനത്തെ പല പ്ലേലിസ്റ്റും ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് ഫേസ് ചെയ്ത് പഠിപ്പിച്ച് തരുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇനിയും ഇടൂല എന്നല്ല പറഞ്ഞത്. അപ്പോൾ
നിങ്ങളെന്ത് ചെയ്യുക, തിരക്കുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വീഡിയോ ഇടും, ഷുവറായിട്ടും വീഡിയോ ഇടും. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോ മാക്സിമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ പല പല ക്രാഫ്റ്റ് ഐറ്റംസും കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാം. കാരണം ഞാനിപ്പോൾ കുറച്ച് പരീക്ഷയുടെ തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുമ്പോൾ തന്നെ ഇത് ചെയ്തു തരാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റഡ് വീഡിയോ, അതായത് നിങ്ങളുടെ സ്കൂളിലേക്ക് ആവശ്യമുള്ള പ്രൊജക്റ്റ് വർക്കുകൾ, കോമ്പറ്റീഷൻ ആവശ്യമുള്ള വർക്കുകൾ, ഇതൊക്കെ ചെയ്തു തരാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങളത് ചെയ്ത് നോക്കുമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, 2 ആഴ്ചക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യട്ടെ. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അല്ലാത്ത കമൻറ്റുകൾ യൂട്യൂബ് തന്നെ സ്പാമാക്കി ഹൈഡാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ഇതിൽ നന്നായിട്ട് ബൈക്കൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും കേട്ടോ. കാരണം ഞാൻ ഈ ബൈക്ക്, കാറ്, ഇത്തരം വെഹിക്കിൾസൊക്കെ ചെയ്യാനേ ഞാൻ കുറച്ച് ബാക്കിലാണ്. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫീൽഡാണ്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് വളരെ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൻ്റെ ഡിസൈനൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഇതിന് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കോൺടെസ്റ്റ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. അപ്പോൾ ചിലർ ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ തമ്പനെയിൽ കൊടുത്തിട്ടുണ്ട് കോൺടെസ്റ്റ് ഫസ്റ്റ്, സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനും തമ്പനെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെച്ചിട്ട് പഴയ വീഡിയോസ് കണ്ടാലും മതി കേട്ടോ. കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ലൈക്കും കമൻറ്റും കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചിലർ എന്താ പറയുക, പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ചിലർ കുട്ടികളൊന്നും ആവില്ല. അപ്പോൾ ചിലർക്ക് വീട്ടമ്മമാരോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാം, ഇനിയിപ്പോൾ നിങ്ങൾ കുട്ടികളാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അവരും പങ്കെടുത്തോട്ടെ. കാരണം ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുമ്പോൾ വിന്നേഴ്സിൻ്റെ എണ്ണം കൂടും. അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിന്നേഴ്സിൻ്റെ എണ്ണം കൂടി ഒരുപാട് കുട്ടികൾക്ക് കൂടി ഗിഫ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരോട് കൂടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ പറയുക. അപ്പോൾ കുറച്ച് ഡിലേ ആയില്ലേ എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും ആവണ്ട. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ സീബ്ര ലൈന് ശ്രദ്ധിക്കുക. ഇതിൽ പേഴ്സ്പെക്റ്റീവിൻ്റെ ആ ഒരു തിയറി അനുസരിച്ചിട്ടാണ് നമ്മൾ സീബ്ര ലൈൻ ചെയ്തിട്ടുള്ളത്. പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് നമ്മൾ മുമ്പ് എന്താ പറയുക, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ അതുതന്നെ ആയിക്കോട്ടെ, എന്താണ് പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ, അത് ഓർമ്മയില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ പേഴ്സ്പെക്റ്റീവ് എന്നുള്ള ഒരു ക്ലാസ് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഈ ഒരു തിയറി അനുസരിച്ചിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് എന്താ പറയുക, അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ പിക്ചർ അതിൻ്റെ റൂൾ ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഡ്രോയിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം അതിൻ്റെ ആൻസർ തിരഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. കാരണം ഞാൻ തമ്പനെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് പേഴ്സ്പെക്റ്റീവ്. 1 പോയിൻ്റ് പേഴ്സ്പെക്റ്റീവ് കൊടുത്തിട്ടുണ്ട്, 2 പോയിൻ്റ് പേഴ്സ്പെക്റ്റീവ്. ബേസിക്കായിട്ട് പേഴ്സ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും റിപ്ലൈ തരിക. പിന്നെ വീഡിയോ കാണാതെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കമൻറ്റ് നോക്കിയിട്ട് റിപ്ലൈ തരരുത് കേട്ടോ. കാരണം നമുക്കത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. കാരണം നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടത് ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പാവും. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയക്ക് പിക്ചേഴ്സിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക കേട്ടോ. അങ്ങനെ ഇതിന് ഫോട്ടോസ്റ്റാറ്റ് പോലെ ചെയ്തെടുത്താൽ അതത്രയ്ക്ക് നന്നായിക്കോളണമെന്നില്ല. അതല്ല, ഒരുപാട് കുട്ടികൾ ഇതേപോലെ ചെയ്തു വരുമല്ലോ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയകൾ നിങ്ങളിതിൽ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് സ്വന്തമായിട്ടുള്ളൊരു സൃഷ്ടിയാവുള്ളൂ. കാരണം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വന്തം ഐഡിയാസ് ഇതിൽ വർക്ക് ചെയ്യുക കേട്ടോ.